إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل وسلم على محمد وعلى آل محمد. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. السلام عليكم ورحمة الله وبركاته. സൂറത്ത് തഗാബുനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ മുമ്പ് ഒരു ക്ലാസ് എടുത്തതാണ്, പിന്നെ ഒരു ബ്രേക്ക് വന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന തസ്ബീഹിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അത് ഇനി ആവർത്തിക്കുന്നില്ല. എന്തായാലും ആദ്യത്തെ 4 ആയത്തുകളൊന്ന് അർത്ഥം പറഞ്ഞു പോവാം. പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 6 ആയത്ത് കൂടി 10ാമത്തെ ആയത്ത് വരെ എടുക്കാം. ഇതിലധികം നമുക്ക് പരിചയമില്ലാത്ത വാക്കുകളൊക്കെ കുറവാണ്, അതുകൊണ്ട് എളുപ്പമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض له الملك وله الحمد وهو على كل شيء قدير. هو الذي خلقكم فمنكم كافر ومنكم مؤمن والله بما تعملون بصير. خلق السماوات والأرض بالحق وصوركم فأحسن صوركم وإليه المصير. يعلم ما في السماوات والأرض ويعلم ما تسرون وما تعلنون والله عليم بذات الصدور. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം. യുസബ്ബിഹു, സബ്ബഹ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാത്തിനും ഉൾപ്പെടുത്തി പറയുമ്പോഴാണ് നമ്മൾ പറയാം. ആകാശത്ത് എന്തൊക്കെ ഉണ്ടോ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ എല്ലാം, അത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ എല്ലാവരും ചെയ്യുന്നു, അതുപോലെ മനുഷ്യർ, ജിന്നുകൾ, പർവ്വതങ്ങൾ, അതുപോലെ പക്ഷികൾ, അങ്ങനെയൊക്കെ പ്രത്യേകം പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ മൊത്തത്തിൽ എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൃഷ്ടികളൊക്കെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയുന്നത് നമ്മുടെ തസ്ബീഹേ ഉള്ളൂ. മറ്റുള്ള ചരാചരങ്ങളുടെ, ജീവനുള്ളവയുടെയും ജീവനില്ലാത്തവരുടെ ഒക്കെ തസ്ബീഹ് അവർക്ക് പഠിപ്പിക്കപ്പെട്ട രീതിയിൽ അവർ നിർവഹിക്കുന്നുണ്ട്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, അവനാകുന്നു മുൽക്ക്, അൽ മുൽക്ക് പരമമായ അധികാരം, ആധിപത്യം. ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ മേലുമുള്ള അധികാരം അല്ലാഹുവിനുള്ളതാണ്. വലഹുൽ ഹംദു, എല്ലാ സ്തുതിയും അവനുള്ളതാകുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല, അവൻ്റെ കഴിവിനൊരു പരിധിയും ഇല്ല. അള്ളാഹു എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ, അപ്പോൾ അതുണ്ടാകും. അപ്പം അങ്ങനെയുള്ള കഴിവുകളൊക്കെ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സവിശേഷത. എല്ലാവർക്കും ഉള്ളതുപോലൊരു കഴിവ് അള്ളാഹുവാണെങ്കിൽ അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമല്ല. അങ്ങനെയല്ല. അപ്പോൾ അള്ളാഹുവിൻ്റേത് മാത്രമായ സിഫത്തുകൾ, ഗുണങ്ങൾ, വിശേഷണങ്ങൾ വേറെ അതിലേതെങ്കിലും ഒന്ന് വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ആ വിശ്വാസം ശിർക്കാണ്. ഹുവല്ലദീ, അവൻ ഇങ്ങനെയുള്ളവനാകുന്നു. അല്ലാഹു ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖ ഫമിൻകും കാഫിർ, അല്ലാഹുവാണ് എല്ലാവരെയും സൃഷ്ടിച്ചത്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ നിഷേധികളുണ്ട്, കാഫിറുണ്ട്. ഫമിൻകും മുഅ്മിൻ, നിങ്ങളിൽ സത്യവിശ്വാസികളുണ്ട്, മുഅ്മിനുകളും ഉണ്ട്. എല്ലാവരെയും അല്ലാഹു സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കാൻ വിട്ടെങ്കിലും ജനങ്ങൾ 2 തരക്കാരാണ്. നിഷേധികളുമുണ്ട്, വിശ്വാസികളുമുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, എന്നാൽ അല്ലാഹു ബസീറാണ്, എല്ലാം കണ്ടറിയുന്നവനാണ്. ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ ഈ നിഷേധം സ്വീകരിച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളും വിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിന് വിധേയപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു കണ്ടറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നടപടിക്രമങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ.
ഇവിടെ നിഷേധികൾക്ക് ഒരു പക്ഷേ താൽക്കാലികമായിട്ട് പ്രയാസമൊന്നുമില്ല എന്നുള്ളത് അള്ളാഹു വരെ വെറുതെ വിട്ടു എന്നതിൻ്റെ തെളിവല്ല, മറിച്ച് നടപടിക്രമങ്ങളൊക്കെ പിന്നീടുണ്ടാകും. മനസ്സിലാകത്തുള്ളൂ. ഖലഖ സമാവാതി വൽ അർദ. ബസീർ തന്നെ കണ്ടറിയുന്നവൻ. അതെ, നമുക്ക് കാഴ്ച ഉണ്ട്, പക്ഷെ അള്ളാഹുവിൻ്റെ കാഴ്ച നമ്മളെ കാഴ്ചയും വ്യത്യാസം. ബസീർ എന്ന് സാധാരണ ആളുകളെ കുറിച്ചും ഉപയോഗിക്കാം, പക്ഷെ ഇവിടെ നമുക്ക് ബസീറത്ത് വേണം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെയും സത്യവിശ്വാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ നബിയോട് പറയാൻ പറഞ്ഞൊരായത്തുണ്ടല്ലോ, അള്ളാഹുവിനെ ഞാൻ ബസീറത്തോടു കൂടി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അള്ളാഹിനെ അറിയേണ്ട പോലെ അറിയാം, മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ. ചില വാക്കുകൾ അങ്ങനെ പൊതുവായിട്ട് ഉപയോഗിക്കും, പക്ഷേ എൻ്റെ ആശയത്തിലും ഉദ്ദേശത്തിലും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. ഇപ്പം കരീം, അള്ളാഹിനെ കുറിച്ച് അള്ളാഹു കരീമാണെന്ന് പറയും. അള്ളാഹു ഉദാരനാണ്. മനുഷ്യനെ പറ്റിയും പറയാം, പക്ഷെ അള്ളാഹുവിൻ്റെ ഔദാര്യവും മനുഷ്യൻ്റെ ഔദാര്യവും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടറിയുന്നു. അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കണ്ടറിയുക, അതിൻ്റെ ഉള്ളും പുറമൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട, അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന നിലക്കുള്ള കാഴ്ചയും അറിവുമാണ്. ഖലഖ സമാവാതി വൽ അർദ്. അള്ളാഹു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്നു. സമാവാത്ത് ആകാശങ്ങൾ, വൽ അർദ ബിൽ ഹഖ് ഹക്കനുസരിച്ച്, മുറപ്രകാരം, ഉദ്ദേശപൂർവം, വെറുതെ ഉണ്ടാക്കിയതല്ല. അതിനൊക്കെ അള്ളാഹുവിൻ്റെതായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതിനനുസരിച്ച നിലക്ക് അതിൻ്റെ മുറപ്രകാരം ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അവനാകുന്നു. വസവ്വറക്കും, സവ്വറ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തി, സൂർ രൂപം. വസവ്വറക്കും, അങ്ങനെ അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഫഅഹ്സന സുവറക്കും, നിങ്ങളുടെ സുവർ, സൂർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സുവർ, രൂപങ്ങൾ. അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? അഹ്സന, അവനതിനെ നന്നാക്കിയിരിക്കുന്നു. മനുഷ്യൻ അള്ളാഹു നല്ല ഒരു രീതിയിൽ, നല്ലൊരു രൂപത്തിൽ ഇവിടെ സൃഷ്ടിച്ചു. പിന്നെ താഴെ ഒരു സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അവിടെ. എന്നിട്ട് മനുഷ്യൻ പക്ഷേ വളരെ പിന്നെ താഴ്ന്ന നിലവാരത്തിലായി, അസ്ഫലായി എന്ന് പറയുന്നത്. അതിൻ്റെ മുമ്പ് സുമറദനാഹു അസ്ഫല സാഫിലി എന്ന് പറയുന്നതിൻ്റെ മുന്നുള്ള ആയത്ത്. അതായത് നിങ്ങളെ അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിലാണ് പടച്ചത്, പക്ഷെ മനുഷ്യൻ ഇവിടെ ബാഹ്യമായ രൂപവും അതുപോലെ മനുഷ്യൻ്റേതായ പ്രത്യേകമായ കഴിവുകളൊക്കെ അതിൽ ഉൾപ്പെടും. അങ്ങനെ അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളെ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെയും അള്ളാഹു എങ്ങനെ ആകാശം ഭൂമിയൊക്കെ പഠിച്ച പോലെ നമ്മളെ പഠിച്ചതിനും ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ച രൂപവും ശേഷികളൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. വ ഇലൈഹിൽ മസ്വീർ, അവനിലേക്കാകുന്നു മസ്വീർ, മടക്കം. അതായത് ഇവിടെ തീർന്നു പോവല്ല, ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിൻ്റെ ശരിയായ നടപടിക്രമങ്ങളൊക്കെ നടപ്പാക്കപ്പെടുന്ന ഒരു സമയം വരാനുണ്ട്. അള്ളാഹുവിലേക്ക് അതിനു വേണ്ടി നമ്മൾ മടക്കപ്പെടും എന്ന കാര്യം ഓർമ്മിപ്പിക്കാം. യഅലമു, അവൻ അറിയുന്നു, മാ ഫിസ്സമാവാതി, ആകാശങ്ങളിലുള്ളത്, വല്ലർദി, ഭൂമിയിലുള്ളത്. വയഅലമു, അവൻ അറിയുന്നു, മാ തുസിറൂന, അസറ എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി, സിറ് രഹസ്യം, അസ്റാർ അതിൻ്റെ ബഹുവചനം രഹസ്യങ്ങൾ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അതെ, ഏറ്റവും നല്ല രൂപഘടനയോടുകൂടി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നെ അവൻ നിങ്ങൾ അധമരെ ആക്കുക. അതായത് ശരിയല്ലാത്ത തെറ്റായ നിലപാട് സ്വീകരിച്ച മനുഷ്യൻ ജന്തുക്കളെക്കാളും മോശമായി പോകും. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കാണുന്നതാണ്, ജന്തുക്കൾ പോലും ചെയ്യാൻ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ പരസ്യമായിട്ട് ചെയ്തിട്ട് അതിൽ അഭിമാനിക്കുന്ന ആളുകളിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ എന്നാൽ ഏറ്റവും നന്മ പ്രാപിക്കാനും ഉന്നതി പ്രാപിക്കാനൊക്കെ പറ്റുന്ന അവസ്ഥയിലാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ അറിയുന്നു. വയഅലമു മാ തുസിറൂന, നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്ന കാര്യങ്ങളും അവൻ അറിയുന്നു. വമാ തുഅ്ലിനൂൻ,
അലന എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്തി, ഏലാൻ പരസ്യം, അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ഏലാൻ. നിങ്ങൾ പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു. അള്ളാഹുവിൻ്റെ അറിവിന് യാതൊരു പരിധിയില്ല. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും മനുഷ്യന്മാർ സൃഷ്ടികൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും എല്ലാം അവൻ അറിയുന്നുണ്ട്. വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ. സ്വദറുകളിൽ, സ്വദറിൻ്റെ ജമ്മാണ് സുദൂർ, നെഞ്ചകങ്ങളിൽ ഹൃദയങ്ങളിൽ ഉള്ളതും അവൻ അറിയുന്നു. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ മാത്രം അറിവിൻ്റെ പ്രത്യേകതയാണ്. പരിധികളില്ലാത്ത അറിവ്, രഹസ്യം പരസ്യം എന്നൊന്നും വ്യത്യാസമില്ലാത്ത അറിവ്, അടുത്ത് ദൂരെ നിന്നൊന്നും വ്യത്യാസമില്ലാത്ത നിലക്കുള്ള അറിവ്. അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ വേറെ വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അള്ളാഹു അറിയാതെ ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയതോ പച്ചയായ ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുകയില്ല അള്ളാഹുവിൻ്റെ രേഖയിലേതുണ്ടായിട്ടല്ലാതെ. അതുപോലെ ഹദീസിൽ പറയുന്നുണ്ട് അതിൻ്റെ ആധിക്യത്തെക്കുറിച്ച്. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ആധിക്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവും മനുഷ്യരുടെ അറിവും തമ്മിലുള്ള വ്യത്യാസം. ഒരു സമുദ്രത്തിൽ നിന്നൊരു പക്ഷി കൊത്തിയാൽ അതിൻ്റെ കൊക്കിൽ എത്ര വെള്ളമാണ് അവശേഷിക്കുന്നത്, അതും ആ സമുദ്രത്തിലെ വെള്ളവും തമ്മിലുള്ളതുപോലുള്ള വ്യത്യാസം. അതുപോലെ 7 കടലുകൾ മഷിയാക്കിയാൽ, ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനയാക്കിയാൽ അള്ളാഹുവിൻ്റെ അറിവ് എഴുതി തീരുകയില്ല. അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വിശാലമാണ് അള്ളാഹുവിൻ്റെ അറിവ്. അതിപ്പോൾ അള്ളാഹു അറിയുന്നത് പോലെ അറിയും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞു അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞു രഹസ്യവും പരസ്യവും അറിയും. അങ്ങനെ വേറൊരാൾക്ക് അറിയുന്നത് നമ്മൾ വിശ്വസിച്ചാൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ എല്ലാ കുറവുകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിൻ്റെ വിപരീതമാണ്. അപ്പോൾ അള്ളാഹു മനുഷ്യനെ പോലെ തന്നെ, അല്ലെങ്കിൽ ആ പറഞ്ഞൊരു സൃഷ്ടിയും അള്ളാഹു ആ കാര്യത്തിൽ തുല്യമാണ്. ഒരു കാര്യത്തിലും അള്ളാഹുടെ എല്ലാ കഴിവും ഉണ്ടാവുക എന്നല്ല, ഏതെങ്കിലും ഒരു കഴിവിൽ ഏതെങ്കിലും അള്ളാഹുവിൻ്റെ സിഫത്ത് വേറെ ആൾക്കുണ്ടെന്ന് വിചാരിച്ചാൽ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കലായി. അപ്പോൾ മനസ്സിലുള്ളത് അറിയുക. നമ്മുടെ നാട്ടിൽ പലരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ, മരിച്ചുപോയ ആൾക്കാരെ പറ്റി, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി അങ്ങനെ പറയണു. മനസ്സിലുള്ളത് അറിയും. അത് അള്ളാഹുവിന് മാത്രമുള്ള അറിവാണ്. അത് വേറൊരാൾക്കുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അയാൾ സമപ്പെടുത്തലാണ്, അള്ളാഹുവിനെ താഴ്ത്തലാണത്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ മാത്രം അറിവായിട്ട് പറഞ്ഞു. ഇനി മുൻകഴിഞ്ഞു പോയ സമുദായങ്ങളുടെ നിലപാടിനെ കുറിച്ചാണ് പറയുന്നത്. അലം യഅതികും, അതാ യഅതി വന്നു, അലം യഅതികും നിങ്ങൾക്ക് വന്നിട്ടില്ലേ, നബ എന്ന് പറഞ്ഞാൽ വാർത്ത, വൃത്താന്തം, അല്ലദീന കഫറു, കഫറ അവിശ്വസിച്ചു, അല്ലദീന കഫറു അവിശ്വസിച്ച ആളുകൾ, മിൻ ഖബലു മുമ്പ് അവിശ്വസിച്ച, സത്യത്തെ നിഷേധിച്ച ആളുകളുടെ വൃത്താന്തം നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലയോ? മുമ്പ് കഴിഞ്ഞു പോയ സമുദായങ്ങൾ, അവരിലേക്ക് പ്രവാചകന്മാർ വന്നു, അവർ ദാവത്ത് ചെയ്തപ്പോൾ അതൊക്കെ നിഷേധിച്ച് തള്ളിയ ആളുകൾ, അവർക്ക് എന്താ സംഭവിച്ചത് എന്ന വാർത്ത നിങ്ങൾക്ക് എത്തിയിട്ടില്ലയോ? നിങ്ങളതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലയോ? അത് അവർക്കറിയാം. മുൻകഴിഞ്ഞ പല സമുദായങ്ങളും നശിപ്പിക്കപ്പെട്ട കാര്യം അവർക്കറിയാം. അതിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ ശേഷിപ്പുകളൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ് സമൂഹത്തിൻ്റെ, അതുപോലെ സാലിഹ് നബിയുടെ സമൂത് ഗോത്രത്തിൻ്റെ, ലൂത്ത് നബിയുടെ കാലത്ത് നശിപ്പിക്കപ്പെട്ട ചാവുകടൽ ആ പ്രദേശത്ത് വസിച്ചിരുന്ന ആളുകളുടെ, ഇവരൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാര വാണിജ്യാർത്ഥം യാത്ര ചെയ്തിരുന്നത്. യമൻ മുതൽ സിറിയ വരെയുള്ള പാതയിൽ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ശേഷിപ്പുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് പരിചയമുണ്ട്. അപ്പോൾ ആ വൃത്താന്തങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിയിട്ടില്ലയോ? എന്നിട്ട് എന്താ ഉണ്ടായത്? ഫദാഖു, അവർ അവിശ്വസിച്ചു. ഫദാഖു, അവർ രുചിച്ചു, അവരാസ്വദിച്ചു. എന്താ? വബാല അംരിഹിം. വബാൽ എന്ന് പറഞ്ഞാൽ പരിണിത ഫലം, ഒരു സംഗതിയുടെ അനന്തരഫലം. വബാല അംരിഹിം, അവരുടെ കാര്യത്തിൻ്റെ, അതായത് അവർ ചെയ്ത കാര്യങ്ങളുടെ, അവർ എടുത്ത നിലപാടിൻ്റെ പരിണിത ഫലം അവർ ആസ്വദിച്ചു. അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ശിക്ഷ കിട്ടി. അതവർ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിച്ചു. വലഹും അദാബുൻ അലീം, ഇനി അവർക്ക് എന്തുണ്ട്? അദാബുൻ അലീം. അലീം എന്ന് പറഞ്ഞാൽ വേദനാജനകമായ, വേദനയേറിയ. അലം എന്ന് പറഞ്ഞാൽ വേദന, അലീം വേദനിപ്പിക്കുന്ന. അപ്പോൾ അവർക്ക് വേദനയേറിയ ശിക്ഷ ഇനി വരാനുണ്ട് പരലോകത്ത്. ഇവിടുത്തത് ഒരു ഗുണപാഠം എന്നുള്ള നിലക്ക് മറ്റുള്ള പിൽക്കാലക്കാർക്ക് കൂടിയുള്ളൊരു ഗുണപാഠമാണ്. ഇവിടുത്തെ താൽക്കാലിക ശിക്ഷയാണ്, അതുകൊണ്ട് അവസാനിക്കൂല. പരലോകത്ത് അവർക്കിനി ശിക്ഷ വരാനുണ്ട്. ദാലിക, അത് ബി അന്നഹു, ഇപ്രകാരം നിശ്ചയമായും ഇന്ന കാരണം കൊണ്ടാണ്.
അവരങ്ങനെ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണ്? കാനത്ത് തഅ്തീഹിം, രണ്ട് വാക്കാണ്. കാനത്ത് തഅ്തീഹിം, നമ്മൾ ഓതുമ്പോൾ ചേർത്ത് ഓതുമ്പോൾ കാനത്ത് തഅ്തീഹിം എന്ന് ഒറ്റ ശബ്ദമുള്ള തായിട്ടാണ് ഓതുക. കാനത്ത് തഅ്തീഹിം, അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു. റുസുലുഹും, അവരുടെ ദൂതന്മാർ. അവരുടെ ദൂതന്മാരിലൂടെ പറഞ്ഞത് അവരിലേക്ക് അള്ളാഹു അയച്ച ദൂതന്മാർ, അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്, പക്ഷെ അവരിലേക്ക് അയക്കപ്പെട്ട ആളുകൾ. അപ്പോൾ അവരുടെ ദൂതന്മാർ, അവരിലേക്കുള്ള ദൂതന്മാർ അവരുടെ അടുക്കൽ വന്നു. എങ്ങനെയാണ് വന്നത്? ബിൽ ബയ്യിനാത്തി, ബയ്യിനത്തുകളും കൊണ്ട്, വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അവരുടെ അടുക്കൽ അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ വന്നു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അബശറുൻ യഹ്ദൂനന, ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, അബശറുൻ മനുഷ്യനാണോ, ഒരു മനുഷ്യനാണോ, യഹ്ദൂനന നമ്മളെ സന്മാർഗത്തിൽ വഴി നടത്തുന്നത്? അയാളിപ്പോൾ നമ്മളെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെയല്ലേ എന്നാണ് അവർ പ്രതികരിക്കുന്നത്. അള്ളാഹു അയച്ച ദൂതനാണ്, അതിൻ്റെ തെളിവായിട്ട് ആ പ്രവാചകന്മാർ വ്യക്തമായ തെളിവുകൾ കണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും പരിഗണിക്കാതെ നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണ് അപ്പോൾ നമ്മളെ നന്നാക്കാൻ വന്നിട്ടുള്ളത് എന്ന് അവർ പരിഹസിക്കുകയും ധിക്കാരം പറയുകയാണ് ചെയ്തത്. ഫകഫറു, അങ്ങനെ അവർ അവിശ്വസിച്ചു. തവല്ലവും, അവർ തിരിഞ്ഞു കളഞ്ഞു. പ്രവാചകന്മാർക്ക് അവർ ചെവി കൊടുത്തില്ല, ഉത്തരം കൊടുത്തില്ല. അവർ നിഷേധിച്ച് വഴിതിരിഞ്ഞു പോയി, പിന്തിരിഞ്ഞു കളഞ്ഞു. വസ്തഗ്നല്ലാഹ്, അള്ളാഹു ഐശ്വര്യവാനായിരിക്കുന്നു, അല്ലെങ്കിൽ സ്വയം പര്യാപ്തനായിരിക്കുന്നു. അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നഷ്ടം തന്നെ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹ്ക്കൊരു നഷ്ടവും സംഭവിക്കാനില്ല. കാരണം അള്ളാഹു എല്ലാവരെ തൊട്ടും സ്വയം പര്യാപ്തനായവനാണ്. അള്ളാഹ്ക്ക് ആരുടെയും ഒരാശ്രയം ഒരു കാര്യത്തിലും ആവശ്യമില്ല. അതുകൊണ്ട് അവർ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് അള്ളാഹുവിനൊന്നും നഷ്ടപ്പെടാനില്ല. വല്ലാഹു ഗനിയുൻ ഹമീദ്, അള്ളാഹു ഗനിയാണ്, ധന്യനാണ്, ഹമീദാണ്, സ്തുതിക്കപ്പെടുന്നവനാണ്. ഇവരുടെ നിഷേധം കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതാപത്തിനോ അധികാരത്തിനോ മഹത്വത്തിനോ ഒന്നും ഒരു കുറവും വരില്ല, അവർക്ക് നഷ്ടം സംഭവിക്കുകയുള്ളൂ. സഅമല്ലദീന കഫറു, സഅമ എന്ന് പറഞ്ഞാൽ ജൽപ്പിച്ചു എന്നൊക്കെയാണ് നമ്മൾ അർത്ഥം. അതായത് ഒരു വ്യക്തമായ ഒരു അടിസ്ഥാനമൊന്നും ഇല്ലാണ്ട് വെറുതെ പറയാം. സഅമല്ലദീന കഫറു, അവിശ്വസിച്ചവർ അങ്ങനെ പറഞ്ഞു, അവർ അവകാശപ്പെട്ടു, അവർ ജൽപ്പിച്ചു. എന്താ പറഞ്ഞത്? അൻ ലൻ യുബഅസു, അവർ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല, ഒരു ബാസ് ഉണ്ടാവില്ല. മരിച്ചതിന് ശേഷം പ്രവാചകന്മാർ വന്നിട്ട് അവരോട് പറഞ്ഞത് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ വിശ്വാസവും പ്രവർത്തനവും നന്നാക്കിയാൽ അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പറയണത് അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും അവർ ഇനി രണ്ടാമത് ജീവിപ്പിക്കപ്പെടുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. ലൻ യുബാസു, ലൻ ഒരു മുലാരിയ ഫീലിൻ്റെ മുന്നേ ചേർത്ത ഭാവിയിൽ സംഭവിക്കൂല എന്നാണ്. ലം ആണെങ്കിൽ മുമ്പ് സംഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ പറയണത് ലൻ യബഅസു, ലൻ യുബഅസു, അവർ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയില്ല എന്നവർ പറഞ്ഞു. കുൽ, നബിയെ പറയുക, ബല, അങ്ങനെയല്ല, വറബ്ബി, എൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം, ലതുബഅസുന്ന, നിശ്ചയമായും ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും ജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഇല്ല എന്ന് ആദ്യം പറഞ്ഞതും അവസാനത്തെ ശബ്ദമുള്ള നൂന് രണ്ടും തഅക്കീദിന് ഉപയോഗിക്കുകയാണ്, ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സത്യം ചെയ്തു, പിന്നെ തഅക്കീദിനുള്ള രണ്ട് ഹർഫുകൾ ചേർത്ത് അത്ര ഉറപ്പിച്ച് അവരോട് അതിന് മറുപടി പറയാൻ അള്ളാഹു നബിയോട് പറയാം. അവർ ഇതൊക്കെ തമാശാക്കി തള്ളിക്കളഞ്ഞ് അങ്ങനെ ഇനി ഒരു ജീവിതമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പാണ്, സംശയിക്കാനൊന്നുമില്ല എന്ന് തീർത്ത് പറയാം. അങ്ങനെ ജീവിപ്പിക്കുന്നു മാത്രമല്ല, സുമ്മല തുനബ്ബഉന്ന, പിന്നീട് നിങ്ങൾക്ക് വാർത്ത അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തിനെക്കുറിച്ച്? ബിമ അമിൽത്തും, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അതിനെപ്പറ്റി. അപ്പം നിങ്ങളിവിടെ ജീവിതത്തിൽ ദുനിയാവിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ, നിങ്ങൾ മരിച്ച് മണ്ണായി അള്ളാഹു രണ്ടാമത് നിങ്ങളെ ജീവിപ്പിച്ച് അവൻ്റെ മുമ്പിൽ ഹാജരാക്കും. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം തരും, ഇങ്ങോട്ട് പറഞ്ഞു തരും. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി നിങ്ങൾക്ക് അങ്ങോട്ട് വിവരം തരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അതൊന്നല്ല സംഭവം, ഉറപ്പായിട്ട് ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് അവരോട് തീർത്ത് പറയാൻ വേണ്ടി അള്ളാഹു
നബിയോട് പറയും, കുൽ നബിയെ പറയുക. വദാലിക അലല്ലാഹി യസീർ എന്ന് മാത്രമല്ല, ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളതാണ്. യസീർ, ഒട്ടും പ്രയാസമില്ല. മരിച്ചൊരാളെ രണ്ടാമത് ജീവിപ്പിക്കുക. അവർ ചോദിച്ചിരുന്നത് നമ്മളിങ്ങനെ എല്ലിൻ്റെ കഷ്ണടുത്ത് ഇങ്ങനെ പൊടിച്ചിട്ട് പാറ്റി കളഞ്ഞിട്ട് ഇത് ഇനി രണ്ടാമതുള്ള ജീവിപ്പിക്കുന്നതാണോ ഈ പറയണത് എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അത് വലിയ ഒരു പ്രയാസമുള്ള കാര്യമായിട്ടാണ്. വേറെ സ്ഥലത്തുണ്ട് ആരാനി ഇതിനെ ജീവിപ്പിക്കാൻ ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് നബിയോട് പറയാൻ പറയുന്നത്, അതിന് ആദ്യം ആരാ ഉണ്ടാക്കിയത്, അവൻ തന്നെ രണ്ടാമതും ഉണ്ടാക്കും. എന്നാൽ ആദ്യം ഉണ്ടാക്കിയാൾക്ക് രണ്ടാമത് ഉണ്ടാക്കൽ എന്തായാലും പ്രയാസമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ എളുപ്പം എന്നുള്ളൊരു വിഷയമൊന്നുമില്ല. നമുക്കിപ്പോൾ ആദ്യം ഉണ്ടാക്കിയിട്ട് രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തേനേക്കാൾ കുറച്ച് എളുപ്പമാണ്. അള്ളാഹ്ക്ക് അങ്ങനെയല്ല, അള്ളാഹ്ക്ക് എല്ലാം എളുപ്പം തന്നെ. ആദ്യം എളുപ്പമാണ്, പിന്നെ എളുപ്പമാണ്. അപ്പോൾ അത് അള്ളാഹുവിനെ സംബന്ധിച്ച് അലല്ലാഹി യസീർ, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഫആമിനു, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ വിശ്വസിക്കുവിൻ. ബില്ലാഹി, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുവിൻ. അപ്പോൾ മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരെ പറ്റി പറഞ്ഞു, അവർക്ക് അതിൻ്റെ ശിക്ഷ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ഇനി പരലോകത്ത് വേറെ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം പ്രവാചകന്മാരെ നിഷേധിച്ച് തള്ളി അഹങ്കാരം കാണിച്ചതാണ്, തിരിഞ്ഞു കളഞ്ഞതാണ്. അള്ളാഹ്ക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് അവർ മുമ്പ് നിശ്ചയിച്ച ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, എന്നാൽ അങ്ങനെയല്ല, ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരോട് പറയാം, നബിയെ മുഹമ്മദ് നബിയെ പിന്നെ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന ആൾക്കാരോട് പറയാൻ വേണ്ടി അള്ളാഹു നബിയോട് പറയാം, ഫആമിനു, അതോട് നിങ്ങൾ വിശ്വസിച്ചോളൂ. ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും. വന്നൂർ, അതുപോലെ ഈ പ്രകാശത്തിലും. ഏതാ പ്രകാശം? അല്ലദീ അൻസൽന, നാം ഇറക്കി തന്നിട്ടുള്ള ഈ നൂറിൽ. അതെന്താണ്? ഖുർആൻ. അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതനിലും ആ ദൂതൻ മുഖേന നിങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ഈ പ്രകാശത്തിലും, അതായത് ഈ സത്യവേദമായ ഖുർആനിലും നിങ്ങൾ വിശ്വസിക്കുക. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഖബീർ, സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ എന്താ വേണ്ടത്? നബി അനുസരിച്ച് കൊണ്ടുവന്ന സന്ദേശം ഈ ഖുർആൻ വിശ്വസിച്ച് അതിൻ്റെ കൂടെ നിൽക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നാണ് ഇനി അടുത്ത ആയത്തിൽ, യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ്, ഒരു ദിവസം. യൗമുൽ ജംഅ്, ജംഅ് എന്ന് പറഞ്ഞാൽ കൂടുക, സമ്മേളിക്കുക, ഒത്തുചേരുക. ജുമുഅ അതുപോലെ തന്നെ അർത്ഥം. യൗമുൽ ജംഅ്, ഒരുമിച്ച് ചേർക്കുന്ന ഒരു ദിവസം, ഒരുമിച്ച് ചേരാനുള്ള ഒരു ദിവസം. അന്ന് യജ്മഉകും, അവൻ നിങ്ങൾ ഒരുമിച്ച് ചേർക്കും. അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് ചേർക്കും. ലിയൗമിൽ ജംഇ, എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസം. അതിനുള്ള ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസമാകുമ്പോൾ അള്ളാഹു നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ദാലിക യൗമു തഗാബുൻ, അത് തഗാബുനിൻ്റെ ദിവസമാകുന്നു. അതാണ് ഈ സൂറത്തിൻ്റെ പേര്, തഗാബുൻ. തഗാബുൻ എന്ന് പറഞ്ഞാൽ നഷ്ടം വെളിപ്പെടുക, അല്ലെങ്കിൽ ലാഭവും നഷ്ടവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഗബിന എന്ന വാക്കിൽ നിന്നാണ് തഗാബുൻ ഉണ്ടാകുന്നത്. അപ്പോൾ അന്ന് നഷ്ടം വെളിപ്പെടുന്ന ദിവസമാകുന്നു. എന്താണ് അടുത്ത വിശദീകരണത്തിൽ കുറച്ച് പറയാം. വമൻ യുഅ്മിൻ ബില്ലാഹി, അപ്പോൾ ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, അപ്പോഴല്ല ഇപ്പോൾ ആരാണോ വിശ്വസിച്ചിട്ടുള്ളത്, വയഅമൽ സ്വാലിഹൻ, അതുപോലെ സ്വാലിഹായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്, യുകഫിർ അൻഹു സയ്യിആതിഹി, അവൻ്റെ സയ്യിഅത്തിൻ്റെ ജമാണ് സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ തിന്മകൾ. അവൻ്റെ സയ്യിഅത്തുകൾ, ചീത്തയായ കാര്യങ്ങൾ, ചീത്തയാക്കുന്നത്, ചീത്തയാക്കി. അപ്പം അവൻ്റെ സയ്യിആത്ത്, അവൻ്റെ തിന്മകൾ അള്ളാഹു എന്ത് ചെയ്യും? യുകഫിർ അൻഹു, കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക, മായ്ച്ച് കളയുക എന്നൊക്കെ അർത്ഥം. അള്ളാഹു തെറ്റ്, അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു അവരുടെ തെറ്റ് പുറത്തു കൊടുക്കും. അപ്പോൾ അടിസ്ഥാനം അതാണ്. എന്താണ്? വിശ്വാസം വേണം, വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തനം വേണം. പ്രവർത്തനം മാത്രം നന്നായിട്ട് കാര്യമില്ല, വിശ്വാസം നന്നാണ്. വിശ്വാസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ നല്ല പ്രവർത്തനം വേണം. അങ്ങനെയൊക്കെ ആയാലും മനുഷ്യന്മാരായതുകൊണ്ട് തെറ്റുകൾ ചിലപ്പോൾ സംഭവിക്കും. അപ്പോൾ ഈ നിലപാടുള്ള ആൾക്കാർ അള്ളാഹുവിൽ വിശ്വസിച്ച് പരലോകമുണ്ട്, അവിടെ ഹാജരാക്കും, വിചാരണയുണ്ട് എന്നൊക്കെ കരുതി അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവരിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കും. വയുദ്ഖിൽഹു, അവനെ പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ, തോട്ടങ്ങളിൽ, സ്വർഗങ്ങളിൽ, തജിരി, ഒഴുകുന്നുണ്ട്, മിൻ തഹ്തിഹ,
അതിൻ്റെ താഴ്ഭാഗത്ത് അൽ-അൻഹാറു, നഹർ അതിൻ്റെ ജമാണ് അൻഹാർ, നദികൾ. താഴ്ഭാഗത്ത് നദികൾ ഒഴുകുന്ന സ്വർഗത്തോട്ടങ്ങളിൽ അള്ളാഹു അവനെ ഇത്തരം ആളുകളെ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹ അബദ, അതിൽ അവർ ഖാലിദായിട്ട്, ഖാലിദ് പറഞ്ഞാൽ സ്ഥിരമായി താമസിക്കുന്ന, അതായത് സ്വർഗത്തിൽ കുറച്ചു കാലം നിന്നിട്ട് അവിടുന്ന് പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല, എല്ലാ കാലത്തേക്കുമായി അവിടെ തന്നെ. ഫീഹ അബദൻ, എന്നേക്കുമായി, എന്നേക്കുമായി സ്ഥിരവാസം ലഭിക്കുന്ന രീതിയിൽ. അബദ് പറഞ്ഞാൽ എന്നേക്കും, ഹുൽദ് പറഞ്ഞ സ്ഥിരത, അതിന് അവസാനമില്ല എന്ന് കാണിക്കാനാണ് അബദൻ എന്ന് പറയുന്നത്. നിഷേധാർത്ഥത്തിലും പറയും, ഒരിക്കലും ഇല്ല എന്നുള്ള അർത്ഥത്തിലും അബദൻ എന്ന് പറയും. എൻ്റെ മുമ്പ് നിഷേധം വന്നാൽ ആ അർത്ഥം കിട്ടും, ഒരിക്കലും ഇല്ല എന്നുള്ള അർത്ഥം കിട്ടും. എവർ നെവർ രണ്ടിനും അബദ് ഉപയോഗിക്കും. അപ്പോൾ വയുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ, എന്നെന്നും സ്ഥിരമായി താമസിക്കാവുന്ന നിലക്ക് അവരെ ആ സ്വർഗങ്ങളിൽ, താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അള്ളാഹു പ്രവേശിപ്പിക്കും. ദാലിക്കൽ ഫൗസുൽ അസീം, അതാകുന്നു മഹത്തായ വിജയം. അപ്പോൾ ഇവിടെ വിചാരണ കഴിഞ്ഞ് വിശ്വാസവും സൽക്കർമ്മവും ഉള്ള ആൾക്കാരെ അവരുടെ തെറ്റുകൾ പുറത്ത് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. മറ്റവരോ, ഇവർക്ക് സ്വർഗമല്ല, സ്വർഗമില്ലാത്തവർക്ക് പിന്നെന്താ ഉള്ളത്? നരകാണ്. അപ്പോൾ അവിടെ വെച്ച് നഷ്ടം വെളിപ്പെടും. ദുനിയാവെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ലല്ലോ എന്ന് നഷ്ടം വെളിപ്പെടും. അവർക്ക് മാത്രമല്ല, സത്യവിശ്വാസികൾക്കും നഷ്ടം വെളിപ്പെടും. കാരണം എന്താ? ഓരോരുത്തർക്കും ഓരോ പദവിയാണ്. സ്വർഗത്തിൽ എല്ലാവർക്കും ഒരുപോലെയല്ല. സ്വർഗത്തിലെ പദവികൾ തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അത്ര വ്യത്യാസമുണ്ട് എന്നാണ്. അങ്ങനെ 100 പദവികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലധികവും പദവികൾ ഉണ്ടാവാം. അപ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്ന പദവി വ്യത്യാസം ഉണ്ടാവും പ്രവർത്തനത്തിനനുസരിച്ച്. അപ്പോൾ അവിടെ സ്വർഗം കിട്ടിയവർക്ക് തന്നെ തോന്നും കുറച്ചും കൂടിയൊക്കെ അമലെടുക്കായിരുന്നു, എന്നാൽ ഇതിൻ്റെ മേലുള്ള പദവി ലഭിക്കുമായിരുന്നുവെന്ന് അവർക്കും നഷ്ടം വെളിപ്പെടും എന്നാണ്. പിന്നെ മറ്റൊന്ന്, ഈ എല്ലാവർക്കും രണ്ടും കാണിക്കുന്ന, അതായത് ഓരോരുത്തർക്കും നരകത്തിലൊരു സ്ഥലം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. സ്വർഗത്ത് പോകുന്ന ആൾ നേരെ സ്വർഗത്തേക്ക് പോവല്ല, നരകത്തിൽ അയാൾ നരകത്ത് പോവുകയാണെങ്കിൽ അയാൾക്ക് ഏത് സ്ഥാനമായിരുന്നു കിട്ടുക എന്നുള്ളത് അയാൾക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ടാണ് അയാൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നരകാവകാശിക്ക് അയാൾക്ക് സ്വർഗത്തിൽ നഷ്ടമായ കാര്യങ്ങളെക്കുറിച്ചും ഒരു കാഴ്ച കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിനേക്കാളും വലിയ നഷ്ടമായിരിക്കും. എനിക്ക് നല്ലപോലെ അത് കിട്ടേണ്ടതായിരുന്നല്ലോ, പകരം ഇതാണല്ലോ കിട്ടിയത് എന്ന് ലാഭനഷ്ടങ്ങൾ പരസ്പരം മാറിയെടുക്കുക എന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ്. അങ്ങനത്തെ അവസ്ഥ വരും. പിന്നെ അതുപോലെ ദുൽമ് ചെയ്ത ആൾക്കാരുടെ സൽക്കർമ്മങ്ങൾ മറ്റവർക്ക് കൊടുത്തിട്ട് അവരുടെ തെറ്റുകൾ ഇങ്ങോട്ട് വാങ്ങുന്ന അവസ്ഥയിലൊക്കെ. ഈ നിലക്കൊക്കെ നഷ്ടം വെളിപ്പെടുന്ന ദിവസമാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും സൂക്ഷ്മത കാണിക്കാൻ, നമുക്ക് കഴിയുന്നത്ര നന്മ സമ്പാദിക്കാനും സമ്പാദിച്ച നന്മ നഷ്ടപ്പെടാതെ നോക്കാനും ഒക്കെ നമുക്ക് പ്രേരണ നൽകേണ്ടുന്ന ഒരു വിശേഷണമാണ് ആ ദിവസത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞ മുത്തഖാബുൻ എന്ന്. അപ്പോൾ അന്ന് വിജയിക്കാൻ സാധിച്ചാൽ ദാലിക്കൽ ഫൗസുൽ അലീം, അതാകുന്ന ഏറ്റവും മഹത്തായ വിജയം. വല്ലദീന കഫറു, എൻ്റെ മറുഭാഗം സത്യനിഷേധികളായ ആളുകൾ, വകദ്ദബൂ ബിആയാതിന, സത്യം നിഷേധിക്കുകയും നമ്മുടെ തെളിവുകളെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്ത ആളുകൾ, ഉലൈക അസ്ഹാബുൻ നാർ, അവർ നരകാവകാശികളായിരിക്കും. ഖാലിദീന ഫീഹ, അതിലവരും സ്ഥിരമായി താമസിക്കുന്നവരായിരിക്കും. വബിഅ്സൽ മസീർ, അപ്പം എത്ര ചീത്തയായ മടക്കസ്ഥാനമാണ് അവർക്ക് കിട്ടിയത്. ഇത് രണ്ടും തമ്മിൽ അപ്പോഴും ലാഭവും നഷ്ടവും നന്മയിൽ നിന്നൊക്കെ നമുക്ക് അബദ്ധം പറയുന്നത്, നരകത്തുനിന്ന് കുറേ ആളുകൾക്ക് സ്വർഗത്തിലേക്ക് മടങ്ങാനുള്ള അവസരമുണ്ട്. തൗഹീദുള്ള ആൾക്കാർ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകൾ എന്ന തിന്മ അധികരിച്ചതിൻ്റെ പേരിൽ, നന്മ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരുന്ന ആളുകൾക്ക് അവരുടെ തെറ്റിനുള്ള ശിക്ഷയൊക്കെ അനുഭവിച്ചല്ല നിശ്ചയിച്ചൊരു കാലാവധി കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തേക്ക് വരാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് പല സ്ഥലത്തും അങ്ങനെ ഈ തമ്മിലുള്ള വ്യത്യാസം കാണാൻ പറ്റും. പിന്നെ ചില ചർച്ചകളുണ്ട്, അത് അതിന് കൃത്യമായ തെളിവുകളൊന്നുമില്ല. നരകം അവസാനം നശിപ്പിക്കപ്പെടും എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട്. ഒരു കാലം കഴിഞ്ഞാൽ അല്ലാഹു അതിനെ ഇല്ലാതാക്കി കളയും എന്ന്. അവർക്കൊരിക്കലും സ്വർഗത്തേക്ക് വരാൻ കഴിയില്ല, എന്നാൽ പിന്നെ ശിക്ഷ അവസാനിക്കുന്ന, അത്
എത്ര കാലങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയില്ല. അതും അത് അത്ര കൃത്യമായിട്ട് കൈശായിട്ട് നേരിട്ട് കിട്ടിയിട്ടുള്ള ഇങ്ങനത്തെ ആയത്തുകളും ചില ഇസ്തിംബാത്ത് ചെയ്ത് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം എന്തായാലും വിശ്വാസവും അവിശ്വാസവും സൽക്കർമ്മവും ദുഷ്കർമ്മവും തമ്മിലുള്ള ലാഭനഷ്ടങ്ങളെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുകയും അത്തരം നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യാനാണ് ഈ ആയത്തുകളിലൂടെ സത്യവിശ്വാസികൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അത്തരം ജാഗ്രത കാണിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രാവശ്യം നോദ ഒന്ന് ഷമീമൊന്ന് ഓതിപ്പെട്ടു.